നമുക്കിന്ന് ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കാം. വീട്ടിൽ സദ്യ ഒരുക്കുമ്പോഴും അല്ലാതെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശർക്കര ഉരുകി കഴിയുമ്പോൾ മുകളിൽ പത പോലെ കാണുന്നത് നീക്കം ചെയ്യണം. ശർക്കരയിൽ ഉണ്ടാകുന്ന അഴുക്കാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അടുത്തതായി ചെറുപയർ പരിപ്പ് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്കോ കടായിലേക്കോ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.25 കപ്പ് ചെറുപയർ പരിപ്പ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുപയർ പരിപ്പിൻ്റെ മഞ്ഞ കളർ മാറി ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കണം. ചെറുപയർ പരിപ്പ് ആദ്യം കഴുകണ്ട, വറുത്തതിന് ശേഷം കഴുകിയാൽ മതി. ഈ പാകത്തിൽ സ്റ്റവ് ഓഫ് ചെയ്ത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിക്കണം. എനിക്ക് ഒരു വിസിൽ കൊണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് പരിപ്പ് കടിക്കാൻ കിട്ടണം. പരിപ്പ് വേവാനെടുക്കുന്ന സമയം കുക്കറിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. പായസം തയ്യാറാക്കാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് പരിപ്പ് മാറ്റാം. അതിനുശേഷം അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ശർക്കര പാനിയിൽ കിടന്ന് പരിപ്പ് ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം 1.5 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ഒരു 3 മിനിറ്റോളം തിളപ്പിക്കണം. അടുത്തതായി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കി ഒട്ടും കട്ടകളില്ലാതെ എടുക്കണം. പൊടികൾ നേരിട്ട് പായസത്തിലേക്ക് ചേർക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൊടികൾ കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് ഒക്കെ ചേർത്ത തേങ്ങാപ്പാൽ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം തേങ്ങാപ്പാലിൻ്റെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചാൽ ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഉരുളി പോലെ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ചാൽ മതി. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. പായസം കുറച്ച് ലൂസായിട്ടിരിക്കണം, തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. അടുത്തതായി പായസത്തിലേക്ക് വറുത്തിടാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം. അവസാനമായി കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പായസത്തിലേക്കിട്ട് മിക്സ് ചെയ്യണം. ചെറുപയർ പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്